എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിസ്റ്റിബുഷി കമ്പനിയുടെ ഇൻവെർട്ടർ AC ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നില്ല, കംപ്രസർ എടുക്കുന്നില്ല. പക്ഷേ ഇൻഡോറിനകത്ത് LED 6 ടൈം ബ്ലിങ്ക് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഞാനിവിടെ ഇൻഡോർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഔട്ട്ഡോർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഡോറിനകത്ത് ഫാൻ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോറിൽ എൻ്റെ ഒരു DC ഫാൻ മോട്ടറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഔട്ട്ഡോറിൽ ഫാൻ മോട്ടറിന് കണക്ഷൻ കൊടുത്തിട്ടില്ല. 6 ടൈം ബ്ലിങ്കിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററിനെയാണ് പറയുന്നത്. മിസ്റ്റിബുഷി ഇൻവെർട്ടർ ACകളിൽ 6 ടൈം ബ്ലിങ്കിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇവിടുത്തെ പഴയ ആ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത് ഈ വൈറ്റ് കളർ വയറാണ് ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വൈറ്റ് കളറിൽ ഞാൻ ന്യൂട്രൽ ലൈനും കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വയറിൽ ഞാൻ ഈ ടെസ്റ്ററിൻ്റെ പോസിറ്റീവ് ലീഡ് കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ വയർ. എന്നിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ പാനലാണ്. ഇതിനകത്ത് LED ഇൻഡിക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു കംപ്ലൈൻറ്റിലോട്ട് പോവാം. എങ്ങനെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണ് ഇതിൻ്റെ ഫോൾട്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ ഇത് നമുക്ക് റിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പവർ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫാൻ മോട്ടർ കറങ്ങുന്നുണ്ട്. ഇൻഡോർ ഓണായി കിടക്കുകയാണ്. ഔട്ട്ഡോറിൽ കമ്മ്യൂണിക്കേഷൻ LED ബ്ലിങ്കിങ് ഒന്നും ചെയ്യുന്നില്ല. വയർ എന്തെങ്കിലും ഇട്ട് പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. നമുക്ക് ആ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻഡോറിലുള്ള വൈറ്റ് വയറിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ LED ബ്ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ആവുന്നുള്ളത് കൊണ്ടിട്ടാണ് ആ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. അതായത് ഡേറ്റ ട്രാൻസ്ഫറിങ്ങിനനുസരിച്ചിട്ടാണ് ഈ LED ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു യെല്ലോ കളർ LED കത്തുന്നുണ്ട്. 2 3 4 5 6 1 2 3 4 5 6 6 ടൈം ബ്ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ എറർ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യേണ്ട കാര്യം ഔട്ട്ഡോർ PCBയിൽ പിന്നെ ഇൻഡിക്കേഷൻ, അതായത് ആ വോൾട്ടേജ് വേരിയേഷനെ കുറിച്ച് ചെക്ക് ചെയ്യാം. ആ വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഇരിക്കുന്ന 2 ഒപ്റ്റോ കപ്ലറാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലോട്ട് വരുന്ന ഒപ്റ്റോ കപ്ലർ. അപ്പോൾ ഈ ഒരു ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ, ഇത് റിസീവിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അതായത് 1 വോൾട്ട് താഴെ 1.1 വോൾട്ട് 0 വരണം. ഓക്കെ, 1.1 വോൾട്ട് 0യിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, റിസീവിങ്ങിൽ 0 to 5 ആണ് വരേണ്ടത്. ഓക്കെ, 0 to 5 ഇവിടെ വരുന്നുണ്ട്. ആ ഫസ്റ്റ് പോയിൻ്റ് 0യിലും പിന്നെ ഹൈയിൽ വരുമ്പോഴത്തേക്കും 4ലും വരണം. ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഔട്ട്ഡോർ PCBയിലുള്ള ഡേറ്റ റിസീവിങ്ങും ട്രാൻസ്മിഷനും ഓക്കെയാണ്. അതേ കണക്ക് തന്നെ നമുക്ക് ഇൻഡോറിലും കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഡോർ PCB. ഇവിടെ കാണുന്ന ഈ 2 ഒപ്റ്റോ കപ്ലറാണ് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു റെഡ് കമ്മ്യൂണിക്കേഷൻ വയറിവിടെ വന്നിട്ട് ഈ 2 ഒപ്റ്റോ കപ്ലർ, ഒന്ന് റിസീവിങ്ങിനും ഒന്ന് ട്രാൻസ്മിഷനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ട്രാൻസ്മിഷനും ഇത് റിസീവിങ്ങും ആണ് വരുന്നത്. ഇവിടുത്തെ ട്രാൻസ്മിഷനിൽ ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, പ്രോപ്പറായിട്ട് ആ വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല. അത് 1.3 അങ്ങനെ നിൽക്കുകയാണ്. ഇതും 5 4 അങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യം നമുക്കൊന്നും കൂടെ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. കാര്യം ട്രാൻസ്മിഷൻ എൻഡ് ആയോ എന്ന് അറിയത്തില്ല.
ഞാനിതിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ പിന്നെ ഓഫായിട്ടുണ്ട്. ഒന്നും കൂടെ തിരിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, തിരിച്ച് റിട്ടേൺ ഓൺ ആയിട്ടുണ്ട്. ഫാൻ മോട്ടർ എടുത്ത് കറങ്ങുന്നുണ്ട്. ബ്ലിങ്കിങ് 6 ടൈം ബ്ലിങ്കിങ് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടല്ലോ, കറക്റ്റ് ഇത് 50 എന്നുള്ള ഒരു ട്രാൻസ്മിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. റിസീവിങ്ങിൽ ട്രാൻസ്മിഷൻ കറക്റ്റാണ്. ട്രാൻസ്മിഷനിൽ 1.20 വരുന്നുണ്ട്. റിസീവിങ്ങിൽ എന്തോ ഒരു ചെറിയ വേരിയേഷൻ ഇവിടെ കാണുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു റീഡിങ് നമുക്കിവിടെ കിട്ടുന്നില്ല. ഇതൊരു വേരിയേഷനായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കറക്റ്റല്ല ഈ രണ്ടെണ്ണത്തിൻ്റെയും. അപ്പോൾ ഇൻഡോറിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ലൈനിലാണ് എന്തോ ഫോൾട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് പവർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബോട്ടം സൈഡിൽ ഞാനിതിൻ്റെ ടെസ്റ്ററൊക്കെ ഒന്ന് ഊരി മാറ്റിയാണ്. ടെസ്റ്ററൊക്കെ ഊരി മാറ്റിയിട്ട് നമുക്ക് ഈ ബോർഡിൻ്റെ റിസീവിങ്ങിലും ട്രാൻസ്മിഷനിലും എന്തോ പ്രോബ്ലം നമ്മുടെ മെഷർമെൻറ്റിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഒക്ടോ കപ്ലറാണ് നമ്മുടെ ഇവിടുത്തെ ഈ ട്രാൻസ്മിഷനും റിസീവിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒക്ടോ കപ്ലറിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ട് എത്രയാണത് 2.2K റെസിസ്റ്റൻസ് ഇട്ടിട്ട് പിന്നെ ഇത് 5 വോൾട്ടിൽ നിന്ന് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 785 ഈ ഒരു ഒക്ടോ കപ്ലറിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അത് ഈ ഒരു ഒക്ടോ കപ്ലറിൽ അതിൻ്റെ രണ്ടാമത്തെ പിന്നിലല്ല 3 പിന്നിൽ ഇത് ഈ ഒരു 2.2K രജിസ്റ്റർ ഇട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട് 5 വോൾട്ടെന്ന്. അവിടെ നിന്ന് നേരെ ഈ രണ്ട് ലൈൻ, ഇവിടുത്തെ ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഇത് റിസീവിങ്ങും ഇത് ട്രാൻസ്മിഷനും വേണ്ടിയിട്ട് വരുന്ന രണ്ട് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈന് നമുക്ക് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീറ്ററിലല്ല ചെക്ക് ചെയ്യേണ്ടത്, DSOയിലാണ് ചെക്ക് ചെയ്യേണ്ടത്. DSOയിലാകുമ്പോഴത്തേക്കും കറക്റ്റ് ആ വേരിയേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു നമ്മുടെ ചെറിയ DSO എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനുശേഷം DSOൻ്റെ ഗ്രൗണ്ട് ഇവിടെ ഇതിൻ്റെ ഗ്രൗണ്ടുമായിട്ട് കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, ഞാൻ പവർ ഓൺ ചെയ്തു. ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ട്രാൻസ്മിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ട്രാൻസ്മിഷൻ ലൈനിൽ വരുന്ന ഡേറ്റ ക്ലിയർ ആണ്. ആ ഒരു 5 വോൾട്ട് പുള്ളപ്പ് 0 to 5 എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഇനി റിസീവിങ് മോഡ് ചെക്ക് ചെയ്യാം. റിസീവിങ് മോഡിലാണ് പ്രശ്നം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വരുന്ന ഈ ഒരു കംപ്ലൈൻറ്റ്. കറക്റ്റ് 0 to 5 വരണം. പക്ഷേ ഇത് 5 നിന്ന് 0 വരുന്നില്ല. ഏകദേശം ഒരു 3 വോൾട്ടിന് താഴ്പോട്ട് ഇത് ഇറങ്ങുന്നില്ല. ആ ഒരു ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് 5 വോൾട്ട് വരണം. ഓക്കെ, ഇത് പുൾ ഡൗൺ ചെയ്തിരിക്കുകയാണ്. പുൾ അപ്പല്ല ചെയ്തിരിക്കുന്നത്, പുൾ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 2.2K റെസിസ്റ്റൻസ് പുൾ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡൗൺ ആകുന്നില്ല ഇത് കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഡൗൺ ആവണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൃത്യമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒക്ടോ കപ്ലർ കൃത്യമായിരിക്കണം. അന്ന് ഈ ഒക്ടോ കപ്ലർ ഫോൾട്ടി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് കംപ്ലൈൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മൾട്ടിമീറ്റർ ഓംസ് മോഡിലോട്ട് മാറ്റി. പക്ഷേ ഇവിടെ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഏകദേശം 1.3K വരുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഒക്ടോ കപ്ലറിൻ്റെ രണ്ട് സൈഡിലും വാല്യൂ സെയിം കാണിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല.
668 കിലോ ഓംസ്, 669 കിലോ ഓംസ്. ഡോട്ട് അതായത് ഓംസിലാണ് കാണിക്കുന്നത്. അതായത് ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ LED സൈഡും ഉണ്ട്, നമ്മുടെ റിസീവിങ് സൈഡും ഉണ്ട്. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ സൈഡും ഉണ്ട്. ആ ട്രാൻസിസ്റ്ററിൻ്റെ സൈഡിൽ കിലോ ഓംസിലാണ് കാണിക്കുന്നത്. 679 ഓംസാണ് കാണിക്കുന്നത്. അതായത് ഈ ഒപ്റ്റോ കപ്ലർ ഫോൾട്ട് ചെയ്യാനാണ് സാധ്യത. ആദ്യം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു ഒപ്റ്റോ കപ്ലർ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ 785 എന്നുള്ള ഈ ഒരു ഒപ്റ്റോ കപ്ലർ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിൽ അത്രയും ഓംസ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതായത് 0.679 എന്നുള്ള ഓംസ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, അവിടെ വേരിയേഷൻ വന്നത് കിലോ ഓംസിലോട്ട് മാറിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ 5 കിലോ ഓംസിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒപ്റ്റോ കപ്ലറിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഒപ്റ്റോ കപ്ലറിൽ കണ്ടിന്യൂറ്റി വരാൻ പാടില്ല. അതും ട്രാൻസിസ്റ്റർ സൈഡിന്. ഇതിൽ ഒപ്റ്റോ കപ്ലറിൻ്റെ സൈഡും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിലുള്ളത് 817ൻ്റെ ഒപ്റ്റോ കപ്ലറാണ്. 785ൻ്റെ ഒപ്റ്റോ കപ്ലർ എൻ്റെ കയ്യിൽ ഇല്ല. തൽക്കാലത്തേക്ക് ഞാൻ ഇതാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ഒരു ഒപ്റ്റോ കപ്ലറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആ വേവ് ഫോം കറക്റ്റായിട്ട് വേരിയബിൾ ആവുന്നുണ്ടോ, 0 to 5 വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ DSOയുടെ ഗ്രൗണ്ട് പ്രോബ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ, നേരത്തെ നോക്കിയ ട്രാൻസ്മിഷൻ ലൈൻ കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസീവിങ് ഇത് നോക്കാം. ഇപ്പോൾ റിസീവിങ്ങും കറക്റ്റാണ്. നേരത്തെ ഈ ഒരു റിസീവിങ് സൈഡിൽ നമുക്ക് ഇത്രയും ഡൗൺ ആവത്തില്ല, 0 വരത്തില്ല. ആ ഒരു 5 വോൾട്ട് നിന്ന് മാക്സിമം ഏറ്റവും കുറഞ്ഞത് ഒരു 3 വോൾട്ടേജിലോട്ട് കുറഞ്ഞതിന് ശേഷം പിന്നെ അപ്പിലോട്ട് പോകുന്ന ഒരു പ്രവണതയായിരുന്നു, ആ ഒരു സിഗ്നലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കറക്റ്റ് ആ 0 വന്നിട്ടുണ്ട്. അത് 5 വോൾട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് പോർട്ടിലും ഇപ്പോൾ ഒരേ കണക്കുള്ള ആ ഒരു സിഗ്നൽ ഡേറ്റ ട്രാൻസ്മിഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? നമുക്കിനി ഇതിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് കംപ്രസർ എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിലൂടെ ബ്ലിങ്കിങ് ഇല്ല, 6 ടൈം ബ്ലിങ്കിങ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ട് ആ 6 ടൈം ബ്ലിങ്കിങ് വരാനുള്ള സമയം ഇതിൽ കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്കിനി ഇത് കംപ്രസർ എടുക്കണം. കംപ്രസർ എടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് അടിച്ച് ഇതിലുള്ള ഈ സ്വിച്ച് അടിച്ച് ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ഔട്ട്ഡോറിലുള്ള വോൾട്ടേജ് ഫുള്ള് ഡ്രോപ്പ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന വോൾട്ടേജ് ഷോർട്ട് ചെയ്ത് സീരിയൽ ബൾബ് ഉപയോഗിച്ച് ഷോർട്ട് ചെയ്ത് മൊത്തവും ഡ്രോപ്പ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇതിനകത്തുള്ള വോൾട്ടേജ് എല്ലാം ഡ്രോപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബോർഡ് ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിലാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ കംപ്രസറും കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനും ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുകയാണ്. ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. ഇനി പെട്ടെന്ന് തന്നെ കംപ്രസർ എടുക്കും.
കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് കംപ്രസർ എടുക്കില്ല ഈ മോഡലിൽ. പിന്നെ കംപ്രസർ എടുത്ത് പെട്ടെന്ന് തന്നെ ഓഫായി പോവുകയും ചെയ്യും. കാര്യം ഔട്ട്ഡോർ ഫാൻ മോട്ടർ കണക്ഷനും കൊടുത്തിട്ടില്ല. ഇതിൽ പെട്ടെന്ന് തന്നെ ഔട്ട്ഡോർ ഫാൻ മോട്ടർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എറർ കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കംപ്രസർ എടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്രസർ എടുത്ത് കംപ്രസർ ഓഫായി. ഇനി റിപ്പീറ്റ് ഒരു 2 പ്രാവശ്യം കൂടെ കംപ്രസർ ഇങ്ങനെ ഓണും ഓഫും ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമേ എറർ, ഫാൻ മോട്ടറിൻ്റെ എറർ ഇൻഡോർ ഇതിൽ ഡിസ്പ്ലേയിൽ വരത്തുള്ളൂ. ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 6 ടൈം ബ്ലിങ്കിങ് എന്നുള്ള ആ ഒരു എറർ മാറി നമ്മുടെ ഈ ഒരു ബോർഡ് സക്സസ്ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എറർ ഏതൊക്കെ രീതിയിലാണ്, പല രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നത്. ഓരോ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പോയി കഴിഞ്ഞാലും ഒപ്റ്റോ കപ്ലർ പോയി കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ എറർ വരാം. അങ്ങനെ പല ബോർഡുകളിലും പല രീതിയിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നത്. അപ്പോൾ ഈ ബോർഡിൽ വന്നിരിക്കുന്നത് ചെറിയൊരു ഒപ്റ്റോ കപ്ലറിൻ്റെ പ്രശ്നം മാത്രമായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടപ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ എറർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.